തൃശൂർ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് കൈ ഭാഗത്തുള്ള വനാതിർത്തി. അവിടെ ഒരു പശു പുല്ല് തിന്നുകയാണ്. പശുവിന്റെ കഴുത്തിൽ ഒരു കയറുണ്ട്. ആ കയറിന്റെ അറ്റത്താകട്ടെ കയർ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും. മൃതദേഹം ആ പ്രദേശവാസിയായ റോസ്ലി എന്ന സ്ത്രീയുടേതായിരുന്നു. അവിടെ പശുവിനെ മേയ്ക്കാൻ വന്നതായിരുന്നു അവർ. പക്ഷെ എങ്ങനെയാണ് പശുവിന്റെ കയർ കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ അവർ കാണപ്പെട്ടത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ കയർ കുരുങ്ങി ശ്വാസം മുട്ടി തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? അപകടമാണെങ്കിൽ റോസ്ലി കയർ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരുന്നപ്പോൾ പശു വെകിളി പിടിച്ച് ഓടുകയും അങ്ങനെ കഴുത്തിലെ കുരുക്കുമുറുകി മരണപ്പെട്ടതാകാം. പക്ഷെ എന്തുകൊണ്ടാണ് റോസ്ലി കയർ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചത്? അതൊരു അബദ്ധം പറ്റിയതാണോ, അതോ മനഃപൂർവ്വം ചെയ്തതാണോ? ഇനി പശു എന്തുകൊണ്ടാണ് വെകിളി പിടിച്ചോടിയത്? റോസ്ലി കയർ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിട്ട് പശുവിനെ തല്ലി ഓടിച്ചതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ ലോക്കൽ പോലീസിനോ പിന്നീട് കേസ് അന്വേഷിച്ച തൃശൂർ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അവർക്കൊരു നിർണായക മൊഴിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. റോസ്ലിയുടെ മൃതദേഹം കാണപ്പെട്ട വനപ്രദേശത്ത് നിന്നും കുറച്ച് താഴെയായി ഒരു റബ്ബർ തോട്ടമുണ്ട്. അന്നേ ദിവസം രാവിലെ 11 മണിയോടെ ഈ തോട്ടത്തിൽ പാലെടുത്തുകൊണ്ടിരുന്ന ചാക്കോച്ചൻ എന്നൊരാൾ മുകളിൽ നിന്നും ഒരു നിലവിളി കേട്ടു. വീടെടാ, രക്ഷിക്കണേ എന്നോ മറ്റോ ആണ് ചാക്കോച്ചൻ കേട്ടത്. പക്ഷേ 10 വർഷത്തോളം ഈ മൊഴി കാര്യമായി പരിഗണിക്കപ്പെട്ടില്ല. ഒടുവിൽ 2012 എറണാകുളം ക്രൈംബ്രാഞ്ച് ആണ് ഈ മൊഴിയിലെ സത്യാവസ്ഥ പരിശോധിച്ചത്. ഇതിനായി അവർ റോസ്ലിയുടെ മൃതദേഹം കാണപ്പെട്ട സ്ഥലത്തു നിന്നും ഒരു സ്ത്രീയെ കൊണ്ട് വീടെടാ, രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയിപ്പിച്ചു. എന്നിട്ട് ചാക്കോച്ചൻ നിന്ന സ്ഥലത്ത് നിന്ന് അത് കേൾക്കാൻ കഴിയുമോ എന്ന് നോക്കി. അല്പം ഉറക്കം നിലവിളിച്ചപ്പോൾ താഴെ നിന്നവർ ശബ്ദം കേട്ടു. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞതുപോലെ റോസ്ലി നിലവിളിച്ചു കാണും. പക്ഷെ എപ്പോഴാണത്? പശു വലിച്ചുകൊണ്ട് പോയപ്പോഴാണോ? എന്നാൽ കയർ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന സമയത്ത് പശു ഓടുകയും കഴുത്തിലെ കുരുക്ക് മുറുകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് നിലവിളിക്കാൻ പോയിട്ട് ശബ്ദം പോലും പുറത്തേക്ക് വരില്ല. മാത്രമല്ല, നല്ല ഉച്ചത്തിൽ നിലവിളിച്ചാൽ മാത്രമേ താഴെയുള്ളവർക്ക് ശബ്ദം കേൾക്കുകയുള്ളൂ. ഇനി ഒരു വളർത്തുമൃഗമായ പശു വെറുതെ അങ്ങനെ ഓടുമോ എന്നതും ഒരു ചോദ്യമാണ്. ഇതൊരു ആത്മഹത്യയാണെങ്കിൽ അത് നടന്നിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കും. റോസ്ലി കഴുത്തിൽ കയർ ചുറ്റുന്നു, രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നു, ശേഷം പശുവിനെ അടിച്ചോടിക്കുന്നു. പശു ഓടുമ്പോൾ കഴുത്തിലെ കുരുക്ക് മുറുകി റോസ്ലി മരിക്കുന്നു. ഇനി അപകടമാണെങ്കിൽ റോസ്ലി ചുമ്മാ കയർ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. പശു എന്തോ കാരണത്താൽ ഓടുന്നു, കുരുക്ക് മുറുകുന്നു, റോസ്ലി മരിക്കുന്നു. പക്ഷെ അപ്പോൾ റോസ്ലിക്ക് നിലവിളിക്കാൻ കഴിയില്ല. മാത്രമല്ല, പശു ഓടാനുള്ള കാരണവും വ്യക്തമല്ല. അപ്പോൾ ആത്മഹത്യയും അപകടവുമാകാനുള്ള സാധ്യതകൾ യുക്തിക്ക് നിരക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ കൊലപാതകമാകാനാണ് സാധ്യത. അതായത് പശുവിനെ മേയ്ക്കുന്നതിനിടയിൽ റോസ്ലിയെ ആരോ കഴുത്തിൽ കയറിട്ട് കുരുക്കി കൊലപ്പെടുത്തി. അങ്ങനെയെങ്കിൽ അതാര്? വനപ്രദേശത്ത് ചാരായം വാറ്റുന്നവർക്ക് ശർക്കര എത്തിച്ചു കൊടുക്കുന്നവരിൽ ഒരാളായിരുന്നു റോസ്ലി. അവരുടെ കൂട്ടത്തിൽ കൊങ്ങിണി സതീഷ്, അയ്യപ്പൻ എന്നിവരുമായി റോസ്ലിക്ക് നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. ഇവരെ മുമ്പ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടിരുന്നില്ല. എങ്കിലും ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഈ കൊങ്ങിണി സതീഷ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അയ്യപ്പനാകട്ടെ ആത്മഹത്യയും ചെയ്തു. 2008 അതിരപ്പള്ളിക്കടുത്ത് ഒരു ആറിന്റെ കരയിൽ അയ്യപ്പനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് സതീഷാണ്. സതീഷിനെ ചോദ്യം ചെയ്തു. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: റോസ്ലി മരണപ്പെടുന്നതിന്റെ തലേ ദിവസം സതീഷും അയ്യപ്പനും കുറച്ച് സുഹൃത്തുക്കളും കൂടി അതിരപ്പള്ളിക്കടുത്ത് പിള്ളപ്പാറ എന്ന സ്ഥലത്ത് ഉത്സവത്തിന് പോയി. ഉത്സവം കഴിഞ്ഞ് സതീഷിന്റെ അവിടെയുള്ള ചെറിയമ്മ കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് അവിടെ നിന്ന് പോന്നത്. 11 മണിയോടെ 2 കൈയിലെത്തി. അപ്പോഴാണ് റോസ്ലിയുടെ മരണവാർത്ത അറിയുന്നത്. സതീഷിന്റെ ഈ മൊഴി സത്യമാണോ എന്ന് പരിശോധിക്കണം. അതിനായിട്ട് ചെറിയമ്മ കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിലെത്തി. പക്ഷേ താൻ തന്റെ ഭർത്താവിനോടൊപ്പം ഇറങ്ങിപ്പോന്നതിൽ പിന്നെ 2 കൈയിൽ നിന്ന് ആരും തന്നെ തേടി വന്നിട്ടില്ലെന്നാണ് കുഞ്ഞിപ്പെണ്ണ് പറയുന്നത്. അതേസമയം 2008 അയ്യപ്പൻ എന്നൊരാൾ തന്റെ അടുത്ത് വന്നിരുന്നു അത്രേ. സതീഷ് പറഞ്ഞിട്ടാണ് വന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഈ അയ്യപ്പന്റെ മൃതദേഹമാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ വീടിനടുത്തുള്ള ആറ്റിൻകരയിൽ കണ്ടെത്തിയത്. കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് വിശ്വസിച്ചാൽ റോസ്ലി കൊല്ലപ്പെടുന്ന സമയത്ത് തങ്ങൾ സ്ഥലത്തില്ലെന്ന സതീഷിന്റെ മൊഴി കള്ളമാകും. കാരണം അവർ അവിടെ ചെന്നിട്ടില്ല. മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം സതീഷ് അയ്യപ്പനെ ആ വീട്ടിലേക്ക് അയച്ചിട്ടുമുണ്ട്. അതെന്തിനാണെന്ന് അറിയണം.
കാരണം മിക്കവാറും ആ ദിവസം തന്നെയാണ് അയ്യപ്പൻ വിഷം ഉള്ളിൽ ചെന്ന് മരിക്കുന്നത്. അവിടുത്തെ പരിസരവാസികളെ കണ്ട് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറയുകയാണ്, അയ്യപ്പൻ കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സതീഷ് ആ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടുവെന്ന്. ഈ മൊഴി പ്രകാരം സതീഷ് വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് കുഞ്ഞിപ്പെണ്ണിനോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, സതീഷ് വീട്ടിൽ വന്നിട്ടില്ല. എങ്കിൽ അവിടെ എത്തിയ സതീഷ് പിന്നെ എങ്ങോട്ട് പോയി? ഇതിനിടെയാണ് മലയൻ രാഘവൻ എന്നൊരാൾ പലരോടും പറഞ്ഞു നടന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരിക്കൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് ശേഷം ഈ മരിച്ച അയ്യപ്പൻ മലയൻ രാഘവനോട് പറഞ്ഞു അത്രേ, ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ താൻ സത്യം മുഴുവൻ തുറന്നു പറയണം. എന്താണ് അയ്യപ്പന് പറയാനുണ്ടായിരുന്ന ആ സത്യം? അതറിയാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ, സതീഷിനെ വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ അയാൾ പറഞ്ഞു, റോസ്ലിയെയും അയ്യപ്പനെയും താൻ കൊന്നുവെന്ന്. സംഭവ ദിവസം രാവിലെ കാട്ടിനുള്ളിലെ വാറ്റുന്ന സ്ഥലത്ത് നിന്ന് ചാരായം കുടിച്ചു വരികയായിരുന്നു സതീഷും അയ്യപ്പനും. വഴിക്ക് വെച്ച് ഇവർ റോസ്ലി പശുവിനെ തീറ്റുന്നത് കണ്ടു. മദ്യലഹരിയിലായിരുന്ന ഇവർ റോസ്ലിയെ കടന്നുപിടിച്ചു. റോസ്ലി നിലവിളിച്ചുകൊണ്ട് ചേർത്തതോടെ ഇരുവരും ചേർന്ന് പശുവിനെ കെട്ടിയ കയറുകൊണ്ട് റോസ്ലിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് കയർ റോസ്ലിയുടെ കഴുത്തിൽ ചുറ്റി പശുവിനെ അടിച്ചൊടിച്ചു. വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പൻ ഈ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചതോടെ അയാളെ അതിരപ്പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി ചാരായത്തിൽ വിഷം കലർത്തി കൊല്ലുകയായിരുന്നു. കേസിൽ സതീഷിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അയാൾ അസുഖം ബാധിച്ച് മരണപ്പെട്ടു. കഴുത്തിൽ കുരുങ്ങിയ പശുവിന്റെ കയർ, അതിലെ ദുരൂഹത അഴിച്ചെടുക്കാൻ 10 വർഷത്തോളം കഴിഞ്ഞില്ല. ഒടുവിൽ ചെറിയൊരു സംശയം, അത് ഇഴകീറി പരിശോധിച്ചപ്പോൾ തെളിഞ്ഞതാകട്ടെ ഇരട്ട കൊലപാതകവും.